ഹായ് മക്കളെ, ജെസി സാറാണ്. മക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ SSLC ഫലം ഈ വർഷം വന്ന സമയത്ത് നിങ്ങൾക്കറിയാം വലിയ തരത്തിലേക്കുള്ള ചില മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, A+ൻ്റെ എണ്ണം കുറഞ്ഞു, വിജയ ശതമാനം ഈ വർഷത്തിൽ എന്ത് ചെയ്തു, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, വിജയ ശതമാനമൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് ഇതേപോലെ തന്നെ കുറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമാണ് കഴിഞ്ഞ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലേക്ക് കുറേ സാധനങ്ങൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം 9ലും 10ലും ടെക്സ്റ്റ് ബുക്ക് മാറി വലിയ തരത്തിലേക്കുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതില്ലേ. അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് പാർട്ട്, ഈ പറഞ്ഞ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിനകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് ഇതുപോലെ തന്നെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്റർ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സീനിയേഴ്സ് 9ലും 10ലും പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ആ 2 ചാപ്റ്ററുകൾ ഒന്നാക്കിയിട്ടാണ് തന്നത്. അതിൽ 9ൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് ഇറങ്ങുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ അവർ പഠിച്ചിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് രണ്ടും കൂടിയും ഒരുമിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സിനകത്തേക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിറ്ററസി റേറ്റിനകത്ത് കേരളം 1ാം സ്ഥാനത്താണ്, സാക്ഷരതയിൽ കേരളം 1ാം സ്ഥാനത്താണ്. എന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമുകളൊക്കെ ഉണ്ട്, സിവിൽ സർവീസ് പോലുള്ള എക്സാമുകളുണ്ട്. ആ എക്സാമിനകത്ത് യോഗ്യത നേടുന്ന ആളുകളെ നോക്കുന്ന സമയത്ത് നമ്മളെക്കാളൊക്കെ സാക്ഷരത പിറകിലുള്ള പല സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണല്ലോ. നമ്മളെക്കാൾ സാക്ഷരത കുറവുള്ള ആളുകൾ കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ തഴയപ്പെടുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇത്തരത്തിലേക്കുള്ള എക്സാമുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് വരേണ്ടതുണ്ട്. അതിന് മാക്സിമം നമ്മളെ ക്വാളിറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ചെറിയ ക്ലാസ് മുതലേ എന്ത് ചെയ്യാണ്, അത് ശ്രമിക്കുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പരിഷ്കരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ A+ലേക്കകത്ത് നിങ്ങൾക്ക് SSLCക്കകത്ത് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യൂട്യൂബിനകത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതും സിസ്റ്റമാറ്റിക് ആയിട്ടല്ല. അതായത് നമുക്ക് വേണ്ട സാധനങ്ങളായിരിക്കില്ല ചിലപ്പോൾ അതിൽ ഓർഡറിലായിട്ട് വരുന്നതില്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ക്ലാസ്സുകൾ, ആ ക്ലാസ്സിൻ്റെ ഓരോ നോട്ടുകൾ, അതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എഴുതാനും നമുക്കത് പഠിക്കാനൊക്കെ നമുക്ക് പറ്റുക. അതിനൊക്കെ നിങ്ങൾക്ക് സത്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിങ്ങൾക്ക് സൈലൻറ്റിൻ്റെ വലിയൊരു ഓഫർ എന്ന് പറയുന്നത് അത് അസ്ത്ര തന്നെയാണ് മക്കളെ. അസ്ത്രയ്ക്കകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കറക്റ്റ് നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവും. അതായത് ഒരു ഓഫ്ലൈൻ സെൻറ്ററിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നു അതിനേക്കാൾ അപ്പുറത്തുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി കൂടാതെ നിങ്ങളിപ്പോൾ ഈവൻ ഒരു ദിവസത്തെ ക്ലാസ്, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇഷ്യൂസായിട്ട് കാണാൻ പറ്റിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഓരോ സ്ലൈഡ് വെച്ച്, അതായത് ഓരോ സ്ലൈഡിനകത്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. അത് കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഡൗട്ട് ക്ലിയർ ഇത് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇതൊക്കെ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അസ്ത്രയിൽ ഉണ്ടാവും. ഓൾറെഡി നിങ്ങളിൽ തന്നെ പല ആളുകളും നിഞ്ചയിലൊക്കെ കഴിഞ്ഞ വർഷം ഉള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരോടും പറയാനുള്ളത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു 15,000 ആളുകൾക്ക് മേലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ അസ്ത്രയുടെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ ഓൺലൈനകത്ത് കാണുന്ന എല്ലാ ഫാക്കൽറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളായിട്ടുണ്ട്. സോ മക്കളെ, നമുക്ക് കാണാം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.